ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്രോഷ്യയുടെ ബേസിക് സ്റ്റിച്ചസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞു ക്രോഷ്യ ഫൗണ്ടേഷൻ സ്റ്റിച്ചാണ്. ഇതിൻ്റെ മുകളിലാണ് ഫർദർ സ്റ്റിച്ചസ് ചെയ്യാൻ കഴിയാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ 5 ചെയിൻ സ്റ്റിച്ച് ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു റഫ് നമ്പറാണ്. അപ്പോൾ ഓരോ റോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എക്സ്ട്രാ ഒരു ചെയിൻ സ്റ്റിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ശ്രദ്ധിക്കാം, യാൺ ഓവർ ചെയ്യും, ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം പുറത്തേക്ക് കൊണ്ടുവരും. 2 ലൂപ്സ് ഉണ്ടാവും. എഗെയിൻ ഈ കൊണ്ടുവന്ന സെയിം യാണ് ഈ ഒരു ലൂപ്പിലൂടെയും പുറത്തേക്ക് എടുക്കും. അപ്പോൾ ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ലൂപ്പ് ഹുക്കിൻ്റെ മുകളിലുണ്ടാവും. അതാണ് വർക്കിംഗ് ലൂപ്പ് എന്ന് പറയും. അപ്പോൾ ഒന്നും കൂടി കാണിക്കാം. നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യും, യാൺ ഓവർ ചെയ്ത് ചെയിൻ സ്റ്റിച്ചിലൂടെ മാത്രം കൊണ്ടുവരും. ദെൻ വർക്കിംഗ് ലൂപ്പിലൂടെയും കൊണ്ടുവരും. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനിയുള്ള എല്ലാ 5 ചെയിൻ സ്റ്റിച്ചിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ പാറ്റേൺ.